പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട തിരുവല്ലയിൽ CPM നടപടി. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ട് മാറ്റി. KK കൊച്ചുമോന് പകരം ജോനോ മാത്യുവിനാണ് താൽക്കാലിക ചുമതല. അലങ്കോലമായ ലോക്കൽ സമ്മേളനം വീണ്ടും നടത്തി ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീതും നൽകി. പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ആ പരിശോധിച്ചതിന്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി ഇപ്പോൾ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ സമ്മേളനം തീരുമാനിക്കുക. അതേസമയം തിരുവല്ലയിൽ വിഭാഗീയത ഇല്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രതികരിച്ചു. അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതുവരെ സമ്മേളനമല്ലേ തീരുമാനിക്കുന്നത്? ഇല്ല, സമ്മേളനമല്ലേ, അതിനല്ലേ സമ്മേളനം ചേരുന്നേ. ഒന്നും ചേർന്നില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. തെറ്റായ പ്രവണതകൾ വെച്ചുപൊറിപ്പിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. പാർട്ടിക്ക് അഭിമാനകരമായ ഒരു കാര്യം നിർവഹിച്ചു. അപമാനം ഒന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ്. യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ച് പൊട്ടിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുള്ളൂ. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേദിയാണ് ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശരിയായ ഒരു ഉദാഹരണം മാത്രമാണ്. അതാണ് പറയാനുള്ളത്. അല്ല, സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കില്ല. ഒരു സമ്മേളനം നടക്കില്ല. തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടുകൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുള്ളൂ. ഇന്ന് പുറത്തുവന്ന വാർത്തകളിൽ തിരുവല്ലയും പത്തനംതിട്ടയും തിരുവനന്തപുരത്ത് മംഗലപുരവും അടക്കമുള്ള പ്രദേശങ്ങളിലെ വിഭാഗീയതയാണ് പ്രധാനമായും ചർച്ചാ വിഷയമായതും വാർത്താ തലക്കെട്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ സമ്മേളന കാലയളവിൽ CPM പ്രാദേശിക ഘടകങ്ങളിലെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് സംസ്ഥാന സമിതി ഇടപെടുന്ന എത്രയെത്ര വിഷയങ്ങളുണ്ടാവുന്നു. ഒന്ന്, കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടാവുന്നു. ഇന്ന് മംഗലപുരത്ത് ജില്ലാ സെക്രട്ടറിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഏരിയ സെക്രട്ടറിക്ക് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവുന്നു. തിരുവല്ലയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മാറ്റേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ ഭാഗമായിട്ടുള്ള കൊടുമണിൽ തിരഞ്ഞെടുപ്പ് തന്നെ വേണ്ടിവരുന്നു. ആലപ്പുഴയിൽ G സുധാകരനും മറ്റൊരു പക്ഷവും ഇടഞ്ഞു നിൽക്കുന്നുവെന്ന വാർത്ത വരുന്നു. സജി ചെറിയാന്റെ നോമിനിയായ ഒരാളെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തീരുമാനിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്നും അഡ്വക്കേറ്റ് രാഹുലിനെ കൊണ്ടുവരുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടി വിമത ഗ്രൂപ്പ് സ്വന്തമായിട്ട് ഒരു ഓഫീസ് തന്നെ തുറന്ന് EMS സെന്റർ എന്ന് പേരിടുന്നു. അങ്ങനെ പാർട്ടിയിൽ പ്രാദേശിക ഘടകങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നല്ല, പലതായി ചുരുങ്ങിയത് 1 ഡസൻ കേസുകളെങ്കിലും ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് ഈവനിങ്. പത്തനംതിട്ടയിൽ വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നതെങ്കിലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളിലെത്തി. പത്തനംതിട്ടയിൽ എങ്ങനെയാണ് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നത്? അവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതു തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറിക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത്? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് ഈവനിങ് അരുൺ. പത്തനംതിട്ടയിൽ തിരുവല്ലയിലെ CPMലെ വിഭാഗീയത CPIM സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിയത്. പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടി. MV ഗോവിന്ദന്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരുന്നു ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയത്. ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നുള്ളത് ഈ തിരുവല്ലയിലെ CPMലെ വിഭാഗീയത സംബന്ധിച്ചായിരുന്നു. പിന്നീട് അവിടെ ഒരു തീരുമാനം എടുക്കുന്നു. MV ഗോവിന്ദൻ ഒരു തീരുമാനം പറയുന്നു. അത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിക്കുന്നു. പിന്നീട് തിരുവല്ല ഏരിയ കമ്മിറ്റിയെ ഈ തീരുമാനം അറിയിക്കുന്നു. അതിനുശേഷം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയെയും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അറിയിക്കുന്നു. ആ തീരുമാനം എന്നുള്ളത് അതായത് CPIM ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൊച്ചുമോനെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിക്ക് കാരണമായത് അവിടെ CPIM ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ
അവിടെ പ്രവർത്തന റിപ്പോർട്ട് ചോർന്നിരുന്നു. ആ പ്രവർത്തന റിപ്പോർട്ട് ചോർത്തിയതിന് പൂർണ്ണ ഉത്തരവാദി നിലവിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണെന്നാണ് CPIM സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. മറ്റൊരാളെ പകരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നുള്ളത് തിരുവല്ലയിലെ ചില നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഏരിയ കമ്മിറ്റി നേതൃത്വം BJPയും RSSും പോലും CPIMനോട് കാണിക്കാത്ത രീതിയിലുള്ള വൈരാഗ്യത്തോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. അത് അതീവ ഗൗരവത്തോടു കൂടിയാണ് CPIM സംസ്ഥാന നേതൃത്വം കണ്ടത്. അതായത് പാർട്ടിയിലേക്ക് പുതിയ ആളുകൾ വരുന്നതിനെ CPIM തിരുവല്ല ഏരിയ നേതൃത്വം തടയുന്നു, ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങിയ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഈ പ്രവർത്തന റിപ്പോർട്ട് CPIM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ കണ്ടിരുന്നു. അദ്ദേഹം അത് കൃത്യമായും എല്ലാ പേജുകളും വായിച്ചിരുന്നു. അതിനുശേഷമാണ് നേരിട്ട് തന്നെ പത്തനംതിട്ടയിലേക്ക് എത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. ഈ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു പോയത് സംബന്ധിച്ച് കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ പോകുമെന്ന് നാം നേരത്തെ അനുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തലസ്ഥാനത്ത് നീക്കിയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ വരുന്ന 9-ാം തീയതി ലോക്കൽ സമ്മേളനം വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ആശങ്കയുള്ളത്, ഒരു സംശയം ഇപ്പോഴും ഉള്ളത്, ഈ പ്രവർത്തന റിപ്പോർട്ട് അവിടെ വീണ്ടും അവതരിപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ അതിന് നേതൃത്വം കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. ഒരു പക്ഷേ ആ പ്രവർത്തന റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കാനുള്ള സാധ്യതയില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഓൾറെഡി ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ മാത്രമേ തിരഞ്ഞെടുക്കാനുള്ളൂ. മറ്റൊന്ന്, ഫ്രാൻസിസ് ബി ആന്റണിക്കെതിരെ ഒരു താക്കീത് നൽകിയിരിക്കുന്നു. കാരണം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഫ്രാൻസിസ് ആന്റണിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ പ്രതികരിച്ചത് ലോക്കൽ സമ്മേളനം നടത്തുന്നതിനുള്ള നടപടിയിലേക്ക് പാർട്ടി പോയി, അതിനുള്ള നടപടികൾ എടുത്തു എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങൾ അതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. താങ്ക് യു പ്രവീൺ, കാര്യങ്ങൾ വിശദമാക്കിയതിന്. പത്തനംതിട്ടയിലെ കഥയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത്. മംഗലപുരത്തും ജില്ലാ സെക്രട്ടറി ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ ജില്ലാ സെക്രട്ടറി വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അവിടെയുള്ള ഏരിയ സെക്രട്ടറി പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായത്. പാർട്ടി സമ്മേളനത്തിൻ്റെ കാലയളവിൽ ഓരോ ഇടങ്ങളിലായി ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു.